ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ റാൻഡം ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കാണിക്കുന്നത് കേട്ടോ. ഞാനും എൻ്റെ ബേബിയും കൂടെ മോർണിംഗ് തൊട്ടിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കാണിക്കാൻ നിങ്ങൾ വിചാരിച്ചു. ബേബി രാവിലെ എണീറ്റു. ഞങ്ങൾ രണ്ടുപേരും ഒന്നും കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത് കേട്ടോ. എണീച്ച ശേഷം കുറച്ച് പുറത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ അവൻ ജസ്റ്റ് കാണിച്ചു കൊടുത്തു. കാരണം അവൻ എണീച്ച ഉടനെ തന്നെ വാശി പിടിക്കലും കരയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് വന്നു. പിന്നെ തലേദിവസം തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെല്ലാം ഒതുക്കി പെറുക്കി ഞാൻ അവിടെ തന്നെ വെച്ചിട്ടാണ് പോയത്. സോ ഇങ്ങനെയാണ് എൻ്റെ കിച്ചൺ. എൻ്റെ ഒരു നോർമൽ കിച്ചൺ തന്നെയാണ് കേട്ടോ, മോഡുലാർ ടൈപ്പൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഉള്ളതും കൊണ്ട് സന്തോഷിക്കുക. അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിൽ പയറും ഒക്കെ വെച്ചിട്ടുണ്ട്. ചെറുപയർ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളെടുത്തിട്ട് ഇനി വേഗം വേവിക്കുക. അതിനുശേഷം അരി വെച്ചത് ഞാൻ വാഷ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. വേഗം എടുത്തിട്ട് നമുക്ക് അതും ചോറ് വെക്കാനുള്ളതൊക്കെ വേഗം അപ്പോൾ റെഡി ആകുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ. ചെറിയൊരു സാമ്പാർ നമുക്ക് വെക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമല്ലേ കഴിക്കാനുള്ളൂ. പിന്നെ ബേബിക്ക് നമ്മൾ വേറെ എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു മുരിങ്ങക്കായ കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ വെച്ചു, സാമ്പാർ ഉണ്ടാക്കാൻ വെച്ചിട്ട് അതിനൊക്കെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി സൈഡ് ബൈ സൈഡ് ഞാൻ വേഗം ചായയും ഉണ്ടാക്കി കേട്ടോ. എനിക്ക് നമ്മളെ ചെറുപയർ നമുക്ക് താളിക്കാനായിട്ട് സംഭവങ്ങളൊക്കെ ഇട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വേദു എന്നാണ് അവൻ്റെ പേര്, വേദുജ്വാലൻ. അവനെ ഞാൻ താഴെ കിടത്തിയിരിക്കുക കേട്ടോ. കാരണം അവൻ അവിടെ അപ്പുറത്തൊന്നും പോണില്ല, റൂമിലൊന്നും പോയി കിടക്കാനില്ല. സോ എൻ്റെ അവിടെ തന്നെ കിടത്തി കളിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ വേഗം വേവിച്ച് ചെറുപയർ ഇതിലേക്ക് ഇട്ട് വേഗം താളിച്ച് റെഡിയാക്കി എടുത്തു. അതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വേഗം ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് മസൂർ ദാലാണ്. സോ അത് വേഗം വേവിച്ചിട്ട് എടുക്കും. അതിന് വേണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ അവിടെ കിടന്ന് കരയുന്നുണ്ട്. അവൻ ഇങ്ങനെ ചെടുങ്ങിക്കൊണ്ടിരിക്കേണ്ട, അവൻ എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. സോ അവൻ കരച്ചിൽ തുടക്കുന്നതിന് മുന്നേ നമുക്ക് വേഗം റെഡിയാക്കാം. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ ചായ ചൂടാറിയിട്ടാണ് നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും എൻ്റെ ബേബി കരയാനും തുടങ്ങി. അങ്ങനെ നമുക്ക് ബേബീസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. നമുക്കെന്ന് പറഞ്ഞിട്ടൊരു ടൈം മാറ്റി വയ്ക്കാനായിട്ട് ഒട്ടും ഉണ്ടാവില്ല. കുളിക്കാനോ ഫുഡൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് കഴിക്കാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല. കുറച്ച് നേരം വാവ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെയും കൊണ്ടുവന്ന് പുറത്തേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നത് ഒരു കോട്ടേജ് പോലുള്ളൊരു സ്ഥലത്താണ്, ഒരു ക്വാർട്ടേഴ്സ് പോലെ. സോ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. സോ അവനിങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ വാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് ഓട്സ് ഉണ്ടാക്കി കേട്ടോ, മസാല ഓട്സ് ഇല്ലേ, അത് കുറച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ബേബി ഉറങ്ങിയതും ഞാൻ പോയിട്ട് ഡോറ് ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്യും. പാലിൽ റാഗി മാൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ അത് ഒരു ഷോർട്സിനകത്ത് ഞാൻ ഇടുന്നുണ്ട്. ആ സംഭവം മിക്സ് ചെയ്ത് കുടിക്കാൻ വിചാരിക്കും. അപ്പോൾ പാലൊന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇടും. ഇതാ കണ്ടില്ലേ, ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ഇട്ടു കേട്ടോ. 2 സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. അത്ര തന്നെ ഉള്ളൂ. ഇതിൽ ഇനി വേറെ നമ്മൾ ഷുഗറൊന്നും ചേർക്കൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെറിയൊരു ഏലക്കായയുടെ ഫ്ലേവറൊക്കെ വരും. തിളപ്പിക്കൊന്നും ഇനി വേണ്ട, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആറ്റിയിട്ട് കുടിക്കുക കേട്ടോ. ഇതിപ്പം ഞാൻ ചുമ്മാ ഓട്സ് കഴിച്ചു, എന്നാലും ഒരു ചെറിയ വിശപ്പ്. സോ ഇത് കുടിക്കാമെന്ന് വിചാരിക്കും.
ഉച്ചയാകുമ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നിട്ട് ആൾക്ക് ബീഫ് കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേവി ടൈപ്പ് ആക്കിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ചുമ്മാ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ക്ലിപ്സ് എടുത്ത് ജോയിൻ ചെയ്തത് കേട്ടോ. ഇത് എന്തൊക്കെയാന്നിട്ട് പറയും. കുരുമുളക്, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകം, കുരുമുളക് പൊടി, ഐറ്റംസ് മൊത്തം, ഉപ്പ്, ആ സൈഡ് ഉള്ളി എത്ര 3 അല്ലേ? ഉള്ളി, തക്കാളി, എല്ലാം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഞാൻ കറുവപ്പട്ട ഇത്ര ഇടലല്ലോ. പിന്നെ എന്ത് പട്ട, ഏലക്കായ അതൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ ഞാൻ കൊണ്ടുവന്നത് ഇതല്ലേ ഗ്രാമ്പു, ഗ്രാമ്പും ഏലക്ക കിട്ടൂലേ? ഗ്രാമ്പ് ഇതുപോലെ. നീ എന്തെടുക്കാൻ പോണേ? ഇതാരാണ്? സ്വത്തു എല്ലാം കൂടെ ഇട്ടു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ. പിന്നെ ഇത് നമ്മുടെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ താറാവുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. ഇത് ബാക്കി ഉണ്ടായിരുന്ന ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നൈറ്റ് ബാക്കി ഉണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് ഞാൻ ചുമ്മാ ഒരു ക്ലിപ്പ് എടുത്തതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ